UDF സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിട്ടതിന് ശേഷവും KPCCയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയും അടിയന്തരമായി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയും വേണം, തെരഞ്ഞെടുക്കുകയും വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം അറിഞ്ഞ് അടിയന്തരമായി അത് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ദീപാദാസ് മുൻഷിയാണ് AK ആന്റണിയും മുഖ്യമന്ത്രി VD സതീശൻ അതോടൊപ്പം മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയത്. പല പേരുകൾ ഉയർന്നു വന്നു. പക്ഷേ മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ AK ആന്റണിയും ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് അനുകൂലമായ നിലപാടെടുത്തുവെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ചർച്ചകളിൽ നേരത്തെ മുതൽ ജോസഫ് വാഴക്കന്റെയും അതോടൊപ്പം ബെന്നി ബെഹനാന്റെയും ആന്റോ ആന്റണിയുടെയും പേരുകൾ സജീവമായിരുന്നു. KC പക്ഷത്ത് നിന്ന് യുവ നേതാവ് വരട്ടെ, അങ്ങനെയെങ്കിൽ മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് തരത്തിൽ നേതാക്കൾ വലിയ തരത്തിൽ ഈ സമ്മർദ്ദം ഇവർക്ക് വേണ്ടി പല കോണുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അധ്യക്ഷനെ ഉടൻ തന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുന്നത് MPമാരും MLAമാരും അല്ലാതിരിക്കുന്ന, അതായത് ഒരു പാർട്ടി പദവികളിലും ഇല്ലാതിരിക്കുന്ന ഒരാൾ വേണം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ഉയർത്തുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു പിന്തുണ UDFനും കോൺഗ്രസിനും ഉറപ്പാക്കാൻ കൊടിക്കുന്നിലിനെ ആ പദവിയിലേക്ക് നിയോഗിച്ചാൽ കഴിയുമെന്നൊരു വിലയിരുത്തലിൽ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വൈകാതെ തന്നെ കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് കൊടിക്കുന്നിൽ ചുമതലയേൽക്കുന്നുവെങ്കിൽ അത് KPCCയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ തീരുമാനം കൂടിയാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഡാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഉള്ള ആൾ ആകണമെന്ന് പറയുമ്പോൾ അവിടെ ബെന്നി ബെഹനാന്റെ പേര് നമ്മൾ കേട്ടു, അവിടെയും പ്രതിസന്ധിയുണ്ട്, ആന്റോ ആന്റണിയുടെ പേരിനും പ്രതിസന്ധിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ജോസഫ് വാഴക്കൻ മാത്രമാണ് ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിരവധി ഫ്ലെക്സുകൾ ഉൾപ്പെടെ അടിച്ചിറക്കുകയും അതിനുശേഷം ആ ഫ്ലെക്സുകൾ വേസ്റ്റായി പോവുകയും ചെയ്തതുപോലും വാർത്തകളിൽ നിറഞ്ഞതാണ്. ഒരു പക്ഷേ അങ്ങനെ പദവികളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ജനപ്രതിനിധി അല്ലാത്ത ഒരാളിലേക്ക് എത്തുവാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ലാതാകുന്നു എന്നാണോ ഡാൻ പറയുന്നത്? രമേശ് ചെന്നിത്തലയാണ് ജോസഫ് വാഴക്കന്റെ പേര് നേതൃത്വത്തിന് മുമ്പിൽ വെക്കുന്നത്. അങ്ങനെ ആ പേരിന് പിന്തുണ തേടി മറ്റ് മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ജോസഫ് വാഴക്കന്റെ പേര് മുമ്പോട്ട് വെച്ച പേരിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് കാര്യമായൊരു നീക്കമുണ്ടായില്ല എന്നതാണ് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയായി മാറിയത്. അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ഘടകം, അദ്ദേഹം ഒരു MLA അല്ല നിലവിൽ, അദ്ദേഹത്തിന് അവസാന നിമിഷം ഏറ്റുമാനൂരിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം പാർട്ടി തലത്തിൽ കൊടുക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും ഉള്ളത്. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനത്തിലേക്ക് എത്താൻ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഏറെ നിർണായകമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചാൽ അത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നൽകുന്ന പുതിയൊരു സന്ദേശമായി മാറും. അതുകൊണ്ട് തന്നെ ഈ MP എന്ന പദവിയോ പരിഗണനയോ ഒന്നും നോക്കേണ്ടതില്ല. അവിടെ കൃത്യമായി ഒരു സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും അങ്ങനെ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്താലെന്നൊരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം എത്തുകയായിരുന്നു. അവർ ആ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചിട്ടുമുണ്ട്. അതാണ് കൊടിക്കുന്നിന്റെ അനുകൂലമായി നിൽക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി ചർച്ചകൾ മുതൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊടുവിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങളിൽ ഇനി വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ സൂചനകളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ആണ് പേര് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മാത്രമേ അതിൽ എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നതാണ് വസ്തുത. തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ പേര്
വരുമ്പോൾ മാത്രമാണ് ആരുടേത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. കൂടുതൽ സാധ്യതകൾ തെളിയുന്നത് ആർക്ക് എന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.